أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة جزاك الله عنا يا سيدنا يا رسول الله جزاك الله عنا يا سيدنا يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وأما الذين صعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ وقال رسول الله صلى الله عليه وسلم من كان همه الدنيا جعل الله الفقر بين عينيه സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ യമൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ യമൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ الدهر يأتي على المبني والباني
സൗണ്ട് മദ്ഹറുൽ അവാഖിഫ് ജുമാ മസ്ജിദ്, നൂറുൽ ഉലൂം മദ്രസ സൂറൽപ്പാടി 7 ദിവസത്തെ പരിപാടിയിൽ 3-ാമത്തെ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ നാട്ടിലെ മുദർരിസ് ഉസ്താദ് അവരുകൾ ഇവിടെ ദുആ നിർവഹിച്ചു. പ്രഗൽഭ പണ്ഡിതനും എഴുത്തുകാരനും വിനയാന്വിതനുമായ, ഒരുപാട് കാലം ദർസ് നടത്തി ഒരുപാട് ശിഷ്യഗണങ്ങളെ സമുദായത്തിന് വാർത്തെടുത്ത നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമ അഭിനന്ദനായ ഹൈദർ ദാരിമി ഉസ്താദ്, അള്ളാഹു ഉസ്താദിൻ്റെ ഇൽമിലും അമലിലും റബ്ബ് തആല ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ ഖിദ്മത്തുകളെല്ലാം റബ്ബ് തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആ പണ്ഡിതന് വേണ്ടി ദുആ ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് അവരുകൾ, പ്രഗൽഭ പണ്ഡിതനും പ്രഭാഷകനുമായ കക്കിഞ്ചെ നാട്ടുകാരനും കൂടിയായ ഉസ്താദ് മുർഷിദ് ഫൈലി ഉസ്താദ് അവരുകൾ, അള്ളാഹു ഉസ്താദിൻ്റെ കാര്യങ്ങളിലെല്ലാം കുടുംബങ്ങളിലെല്ലാം ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മകൻ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും ആ ഉപ്പയുടെ ഖബറിൽ അള്ളാഹു റഹ്മത്തായി റാഹത്തായി എത്തിച്ചു കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവേ, ആ ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം. അള്ളാഹ് റഹ്മത്തും റാഹത്തും ഉമ്മാക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അതുപോലെ ഇവിടുത്തെ സദർ ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ, ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി അടക്കമുള്ള ഭാരവാഹികൾ, മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സ്കൂൾ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇവിടെ നല്ലവരായ മുത്തുമുഅ്മിനീങ്ങൾ, ഉമ്മവെങ്ങന്മാർ, വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ, സംഘാടകർ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും ഏറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതല്ല പരിപാടി, തുടങ്ങുമ്പോൾ ഐസ്ക്രീം എല്ലാം കൊടുക്കുന്നുണ്ട്. ഏതോ ആകട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഉണ്ടല്ലോ, സ്റ്റേജിലുള്ളവർക്ക് മാത്രമേ? നാട്ടുകാർക്കില്ലേ? അല്ല, പിള്ളേർ എതിർന്ന് സ്റ്റേജിൽ ഐസ്ക്രീം എന്നുമ്പോൾ മക്കൾ കൂട്ടുകാർ അല്ലേ അല്ലേ മക്കളെ എതിർന്ന് ദൈപ്പാട്ടിട്ട് സ്റ്റേജിൽ ഐസ്ക്രീം ഇതിൻ്റെ ചായ കുടിച്ചെങ്കിൽ ഒന്നരയില്ല. എന്ത് മക്കൾക്കെല്ലാം വെറുമല്ലേ? ആട്ടെ, അല്ലാഹുല്ലാം ഖൈറിലും റാഹത്തിലും ആക്കി തട്ട്. പിന്നെ ലൈവ് ഉണ്ട്, നല്ല വിഷയ ലൈവിന്നെങ്കിൽ നല്ലത്. മാത്ര ചില ತೊಂದರೆಯುಂಡು ലൈവിന്നെങ്കിൽ. ಯಾರಾಲ್ಮಾರು ಅವತ್ತೆ ಕೆಡನಿಟ್ಟು ಮಲಕ್ಕಣ ಕೆಡನಿಟ್ಟು ಟಿ ವಿ ಕಲೆಕ್ಷನ್ ಕೊಡ್ತಿಟ್ಟು ರಗಳಿಲ್ಲ, ಕಲೆಕ್ಷನ್ ഒന്നും കൊടുക്കണ്ട, എന്തു കഷ്ടാവുകെന്തില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് രണ്ട്, ഞങ്ങളെ ലാംഗ്വേജ് എല്ലാ പക്കത്തും ഒരുപോലേക്കില്ല അല്ലേ. ഇത് ലൈവിൽ ബർമ്പത്തಗೂ അല്ലെങ്കിൽ പിന്നെ കട്ടാക്കി ഇടുമ്പത്തಗೂ കേരളത്തങ്ങ വന്നിട്ട് ഇതെന്തിര തമിഴ, ഇതെന്ത് മലയാള, ഇതെന്ത് ഭാഷ എന്ന് കേട്ടിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് വെട്ടിടകൂ വേറൊരു സോഷ്യൽ മീഡിയയിൽ തെല്ലാൾ. പിന്നൊരു ತೊಂದರೆ എന്ത് ചെയ്യുന്നെങ്കിൽ വാലാക്കുമ്പോൾ എഡേടയിൽ എന്തെങ്കിലും തമാശമ, അതല്ല എന്തെങ്കിലും ഒരു ഫാമിലി മാറ്റർ വിഷയമ എന്തെങ്കിലും എടുത്തിട്ടെങ്കിൽ അതിനെ മാത്രം നോക്കി ക്ലിപ്പാക്കി ഇട്ടിട്ട് ചില അങ്ങനെ ഉണ്ട്. പെണ്ണിങ്ങളെ പറയുടെ ഭാഗം മാത്രം ആണിങ്ങ കട്ടാക്കിയിട്ടിട്ട് 100% കറക്റ്റ് ഉണ്ട്. എന്തിരെ അങ്ങനെ ഒത്തു ഗലാട്ടുണ്ട്. ಐക്ക് ഈ വീഡിയോ ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് അങ്ങനത്തെ പക വീട്ടര പോലത്തെ ഒരു സംവിധാന. ഇതെല്ലാം ತೊಂದರೆ ಉಂಟು ಲೈವಿನ್ನೆಂಗ್. ಭಾರಿ ಆಲೋಚನೆ ಹಾಕಿಟ್ಟು ವಾಲು ಚಲೋಣಾಯ ಅವರ ಅವಸ್ಥೆ ಲೈವಿನ್ನೆಂಗ್. ಅಲ್ಲಾಹು ಲೈವಿಲ್ നോക്കിയുള്ള ರಾಯತಂಗ ಗಲ್ಫುಲಿನ್ನಂಗ എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും റാഹത്തും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മുർഷിദ് ഉസ്താദ് വയൽ ബുക്കാക്കുമ്പോൾ ഉസ്താദ് നക്കണിക്കൽ ഇതല്ല, ഞാൻ പറഞ്ഞു മലയാളത്തിൽ പറയാ, നക്കണിക്ക് മിക്സ് ആക്ക,
റായത്തങ്ങൾക്ക് ഗൊന്തവിടെ പോലത്തെ ഒരു ഭാഷയിൽ വാളാക്കത് എന്തും ഉസ്താദ് ലായങ്ക് അഡ്ജസ്റ്റ് ആക്കണം ഉസ്താദ് എന്ന് പിന്നെയും ചൊല്ലി എന്ത് നോന്നില്ല. ഏതായാലും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നല്ലൊരു മജ്ലിസാണ്. തീരുന്നത് വരെ 10 മണിക്ക് മുമ്പ് എല്ലാം തീർത്തിട്ട് ദ്വാരന്നിട്ട് പോകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെക്കാട്ടിയും മുമ്പ് തന്നെ നമുക്ക് പിരിയണം. നമ്മുടെ ജീവിതം ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ആയുസ് ഈ ആയുസ്സിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മെ എല്ലാവരെയും പടച്ച ഒരു ഖാലിക്കായ റബ്ബ് തആല ഉണ്ട്. ആ റബ്ബിന് നമ്മൾ നന്ദിയുള്ളവരാകണം. ഇവിടെ വന്നപ്പോൾ വേറൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം, കമ്മിറ്റിക്കാരുടെ പേരാരും നോട്ടീസിൽ കാണുന്നില്ല. അൽഹംദുലില്ലാഹ്, നല്ല സമ്പ്രദായമാണ്. വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു പോയി. പേരിനും പ്രശസ്തിക്കും വേണ്ടി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ആക്കുന്ന ഈ കാലഘട്ടത്തിൽ കമ്മിറ്റിക്കാരുടെ പേരൊന്നും നോട്ടീസിൽ കാണാത്തപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഉസ്താദോട് ഞാൻ ചോദിച്ചു, 7 ദിവസത്തെ പരിപാടിയാകുമ്പോൾ വലിയ ചെലവല്ലേ? ഉസ്താദ് പറഞ്ഞു 10 ലക്ഷത്തിൽ 10-15 ലക്ഷത്തോളം അടുത്തോളം ചെലവ് വരും. ഞാൻ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു പിരിവില്ല, ഏലമില്ല. അൽഹംദുലില്ലാഹ്, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു. ഉസ്താദന്മാരോട് പോലും നിർബന്ധിക്കലില്ല, അവരവർ ഏറ്റെടുത്തിട്ട് ഇത്തരമൊരു പരിപാടി നടത്തുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ കാര്യങ്ങളിൽ ചെറുതും വലുതും ഏറ്റെടുത്തവരാരോ അല്ലാഹുവേ അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണം അല്ലാ. നാളെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇതൊരു കാരണമായി കബൂലാക്കണം അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം റബ്ബിന്റെ അടിമകളാണ്. അല്ലാഹു നമ്മുടെ റബ്ബാണ്, നമ്മളാ റബ്ബിന്റെ അടിമകളാണ്. ഈ ഭൂമി ശാശ്വതമല്ല, ഈ ലൈഫ് ശാശ്വതമല്ല, ഈ ജീവിതം ഒരിക്കലും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. വൈഫ് നമ്മുടെ കൂടെയുണ്ടാകില്ല, വാപ്പ നമ്മുടെ കൂടെയുണ്ടാകില്ല, മക്കള് നമ്മുടെ കൂടെ ഉണ്ടാകില്ല. ആരും നമ്മുടെ കൂടെയില്ലാത്ത ദിവസം വരാനുണ്ട്, ഖബർ. അത് കഴിഞ്ഞ് മഹ്ശറയിലേക്ക് എത്താനുണ്ട്. ആ മഹ്ശറയിൽ എല്ലാം അല്ലാഹു ഹിസാബ് എടുക്കാനുണ്ട്, അല്ലാഹു ചോദ്യം ചോദിക്കാനുണ്ട്. അവിടെ ചോദിക്കാതെ ഒന്നും ഒഴിവാക്കുന്നില്ല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറിയതും വലിയതുമായ എല്ലാം റബ്ബ് തആല ഞങ്ങളെ ഹിസാബ് എടുക്കുകൊണ്ടു. അങ്ങനെ ഒരു ഹിസാബും കഴിഞ്ഞിട്ട് നല്ല ആളുകൾക്ക് സ്വർഗവും അല്ലാത്ത ആളുകൾക്ക് നരകവും അല്ലാഹു വിധിക്കുകയാണ്. സ്വർഗമാണ് വിജയം, പാരത്രിക വിജയമാണ് വിജയം. ഇവിടെ നല്ലൊരു ഭാര്യയെ കിട്ടിയതുകൊണ്ട്, വൈഫിനെ കിട്ടിയതുകൊണ്ട് ലൈഫ് സക്സസ് ആയി എന്ന് പറയാനില്ല. മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് ലൈഫ് സക്സസ് ആയി എന്ന് പറയാനില്ല. വലിയ മുതലാളിയായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, വിജയിച്ചു എന്ന് പറയാനില്ല. ആരാണ് വിജയിക്കുന്നവർ? വിജയിക്കുന്നവരാരാ? ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഇതേതുകൊണ്ടും നമ്മൾ വിജയിക്കുന്നില്ല. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തെ തൊട്ട് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്താൽ അവനാണ് വലിയ വിജയം കൈവരിച്ചവൻ. അവനാണ് വലിയ വിജയം കൈവരിച്ചവൻ. വിജയിക്കണോ? 2 കാലും സ്വർഗത്തിലെടുത്ത് വെക്കണം, അപ്പോഴാണ് വിജയം. 2 കാലും സ്വർഗത്തിലെടുത്ത് വെക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം വിജയിക്കുന്നത് സ്വർഗം കിട്ടൽ കൊണ്ടാണ്. സ്വർഗം കിട്ടണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ
ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലെ. സ്വർഗം കിട്ടണം, അതിനെന്ത് വേണം? സ്വർഗത്തിൽ പോകണം, അതിനെന്ത് വേണം? അള്ളാന്റെ മഹാന്മാര് പറയുന്നുണ്ട്, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവരാകണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിക്കുന്നവരാകണം. ഓർമ്മ വേണു, ഞങ്ങൾ ഒരുനാളല്ലെങ്കിൽ ഒരുനാൾ റബ്ബറൊട്ട പോകുണ്ടു. ഒരു ദിവസമല്ലെങ്കിൽ കുല്ലു നഫ്സിൻ ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹു തആല അൽ ബഖറ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്. അല്ലാഹു ആരെയും ആക്രമിക്കുന്നില്ല. സ്വർഗം നമ്മൾ ചെയ്തതിന്റെ മാത്രം റിസൾട്ട് അല്ല, അതിനേക്കാളപ്പുറം റബ്ബിന്റെ ഗിഫ്റ്റാണ്, റബ്ബിന്റെ സമ്മാനമാണ് സ്വർഗം. അല്ലാതെ അമല് കൊണ്ട് സ്വർഗം വാങ്ങാൻ നമുക്ക് സാധ്യമല്ല. നിസ്കരിച്ചു കൊണ്ടിട്ടു സ്വർഗ റബ്ബറൊട്ടുകു കേക്കുകയെ ഞങ്ങൾക്ക് അധികാരമില്ല. അള്ളാഹു അവന്റെ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നമുക്ക് സ്വർഗ തരുമ്പോ അൽഹംദുലില്ലാഹ് റബ്ബുടെ റഹ്മത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് സ്വർഗ കിട്ടുമ്പോ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം കിട്ടാൻ പോകുന്നില്ല. ഒരൊറ്റ അമല് കൊണ്ടും അത് സ്വഹീഹായോ, നിസ്കാരം ശരിയായോ, നോമ്പ് പിടിച്ചത് സമായിറ, അല്ലെങ്കിൽ ഹജ്ജ് പോയത് ആചാറേണ്ട് ബലിക്കാത്ത അർസ വന്നപ്പോ പോയില്ലേ ഞങ്ങളെ ഹജ്ജ്. നാണ് 48 ഉംറാക്കിരേണ്ട് ചൊന്നോണ്ട് 48 ഉംറവും പൊയ്ത്ത് മാത്രമല്ല, അതിന്റെ പേരിൽ നമ്മൾക്ക് ശിക്ഷ അനുഭവിക്കാനായ ഒരവസ്ഥ വരുമ്പോ നാണ് സുബ്ബൈക്ക് മുന്നലിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചൊന്നേക്ക് ഓന്റെ തഹജ്ജുദും ഓന്റെ ഈമാനും എല്ലവും വണ്ട വിട്ട് ദൂരെ പോണ്ട ഒരവസ്ഥ വരുമ്പോ മുത്തുമുമ്മിനീങ്ങളെ റബ്ബുറെ കൃപ കൊണ്ടിട്ടല്ലാണ്ട് രക്ഷപ്പെടുക സാധ്യല്ലാത്തൊരു ദിവസ. ഒരു നാല് അണ്ട് ആറ് സക്സസ് ആയാറ്, അണ്ട് ആറ് ജയിച്ചു വന്നാറ്, അങ്ങ് ആറുക്ക് സ്വർഗ കിട്ടിയത് അങ്ങ് അല്ലാഹു തആല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അതായി തിക്ർ ശരിയായ വിജയ. അല്ലാഹുരെ മഹ്ശറയിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹു തആലാക്ക് തഖ്വ ഉള്ളങ്ങാവണു, അല്ലാഹുരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണു, അല്ലാഹുരെ ഇഷ്ടവക്കിറങ്ങാവണു, അല്ലാഹുക്ക് ശുക്റാക്കിറങ്ങാവണു. അനിഷ്കുല്ലി, നിങ്ങളെനിക്ക് ശുക്ർ ചെയ്യുന്നവരാകണം, അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. അല്ലാഹുവിന് നന്ദി ചെയ്യാൻ മറന്നു പോകണ്ട. ഇതെല്ലാം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, നമുക്കെല്ലാം തന്ന അല്ലാഹു. കൈകാലുകൾ, കണ്ണ്, കരള്, കാത്, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ എല്ലാം തന്ന അല്ലാഹ്. നമുക്ക് ജീവൻ തന്ന അല്ലാഹ്. നമുക്ക് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ തന്ന അല്ലാഹ്. ഹുവൽ മുഅ്തി ഹുവൽ മാനി, എല്ലാം തരുന്നവനവനാണ്, തടയുന്നവനും അവനാണ്. ആ റബ്ബ് തആല അവനോട് ശുക്റുള്ളവർക്കാണ് സ്വർഗം, നന്ദിയുള്ളവർക്കാണ് സ്വർഗം. അല്ലാഹുവിനോട് നന്ദിയുണ്ടാകണം, അല്ലാഹുവിന്റെ ശുക്റുണ്ടാകണം. നന്ദിയില്ലാത്ത നങ്ങാവോ തീറാം. അല്ലാഹുരൊട്ടും നന്ദി വേണോ, ഉമ്മബട്ടയും നന്ദി വേണോ. എല്ലാ നമുക്ക് ഉപകാരം ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഹെൽപ്പാക്കിയങ്ങ എല്ലാരൊട്ടും നന്ദിയുള്ളവരാകണം. നന്ദിയുള്ള ആളാരോ അവർക്ക് നാളെ സുഖലോക സ്വർഗത്തിൽ വലിയ റഹ്മത്താണ്. അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഹബീബ് തങ്ങളും പറഞ്ഞില്ലേ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ. അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം, അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നവരാകണം, അല്ലാഹുവിന് തഖ്വ ചെയ്യുന്നവരാകണം. മറന്നു പോകരുത്, നമുക്കിതെല്ലാം തന്നത് അല്ലാഹുവാണ്.
ഈ തന്ന അല്ലാഹുവിനെ മറന്നു പോകാൻ പാടില്ല. ഇല്ല ഇല്ല, ഞങ്ങളെ കഷ്ട ഞങ്ങളെ പ്രോബ്ലംസ് എല്ലാം ചൊന്നിട്ട് ഞങ്ങൾ എപ്പോഴും ബേജാറിന്റെ വിഷയം മാത്ര, സങ്കടം മാത്ര, അല്ലെങ്കിൽ വേറൊന്നു മാത്ര അങ്ങനെ തീറ. അൽഹംദുലില്ലാഹ്, അല്ലാഹ്ക്ക് നമ്മൾ എത്രയാണോ ശുക്ർ ചെയ്യുന്നത്. ആരാണ് അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിൽ പോകുന്നവരാരാ? രഹസ്യമായും പരസ്യമായും ശുക്ർ ചെയ്യുന്നവരാരാണ്? അൽഹംദുലില്ലാഹ് ചൊല്ലുന്നവരാരാണ്? അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരാരാണ്? അവർ ആദ്യമായി സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദിയുള്ളവരാകണം, ഞങ്ങൾക്ക് ശുക്ർ വേണം. ഞങ്ങൾ എല്ലാരട്ടും നന്ദി കാട്ടിറങ്ങാവണം. നന്ദി കേട് കാട്ടുക തീറ, അത് അല്ലാഹുവിനോടും തീറ, ഉമ്മവാപ്പാടും തീറ, കുടുംബങ്ങളോടും ആരോടും നന്ദി കേട് കാണിക്കാൻ പാടുള്ളതല്ല. എല്ലാരോടും നന്ദി കാണിക്കണം. സഹായിച്ചവർ, ഹെൽപ്പ് ചെയ്തവർ, അവരെ ഓർമ്മ വേണം. എല്ലാവരെയും ജീവിതത്തിൽ ഓർമ്മ വേണം. ആരെയും അക്രമം ചെയ്യരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, റബ്ബുകത് ഇഷ്ടല്ല. അല്ലാഹുരൊട്ടുക നന്ദി കാട്ടുക പോലെ, ഹുക്കൂക്കുള്ള അല്ലാഹുവിന്റെ ഹക്കുള്ള പോലെ ഹുക്കൂക്കുൽ ഇബാദ്, അല്ലാഹുരെ അടിമരങ്ങളൊട്ടുകൊല്ലവും നല്ല ഹക്കുള്ളവരായിട്ട് അങ്ങളൊട്ടുക നന്ദി കാട്ടിറങ്ങാവണം. അങ്ങളൊട്ടുള്ള ബാധ്യതകളെല്ലാം വീട്ടിറങ്ങാവണം. അങ്ങനെ ആയെങ്കിൽ അങ്ങനെ ഉള്ള ആൽമാർക്ക് തഖ്വാക്കിറങ്ങ, അല്ലാഹുക്ക് തഖ്വാ ചെയ്യിറങ്ങ, റബ്ബുടെ പേടിച്ചിട്ട് ബുൽപുടിറങ്ങ. അങ്ങക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമായ സ്വർഗം നൽകുമ്പോ ലാ യൽജുന്നാറ അഹദും ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവരാരും അവരാരും നരകത്തിൽ കടക്കുകയില്ല. അവർ സ്വർഗക്കാരാണ്. അല്ലാഹുവിനെ പേടിച്ച് കരയണം, അല്ലാഹുവിൽ ഭയപ്പെട്ട് കരയണം, ധാരാളം കണ്ണുനീരൊലിപ്പിക്കണം. ഉമ്മ മരിച്ചപ്പ നങ്ങ ഉൾപൊട്ടുറ, അപ്പ മരിച്ചപ്പ നങ്ങ ഉൾപൊട്ടുറ ബേജാറാക്കിറ. മക്ക മരിച്ചപ്പ, ഫാമിലി രംഗ മരിച്ചപ്പ, അതല്ല സീരിയൽ നോക്കിയിട്ട്, ആക്സിഡന്റ് കണ്ടിട്ട്, വയനാട് ദുരന്തത്തെ വീഡിയോസ് കണ്ടിട്ട് അല്ലേ അല്ലാഹുരെ പേടിച്ചിട്ട് ഞങ്ങളെ കണ്ണിൽ തണ്ണി വന്നിട്ടിക്കുക. യാ അല്ലാഹ്, നീ ഞങ്ങളെ പടച്ചുറ റബ്ബേ, നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നു റബ്ബേ. ഞങ്ങൾ അതെല്ലാം മറന്നിട്ട് നന്ദിയില്ലാത്തെങ്ങായി റബ്ബേ അല്ലാഹുട്ട് ചൊന്നിട്ടു കണ്ണില് ഞങ്ങ ഗൊന്തില്ലാണ്ട് കണ്ണുനീര് വന്നിട്ടിന്നെങ്കിൽ, ചൂട് കണ്ണുനീര് വന്നിട്ടിന്നെങ്കിൽ നരകത്തെ തീയ ഒണുകു തട്ടല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥാന്നാ ആന്നല്ലേ? ഇങ്ങനെ ആക്കി ആന്നില്ലാന്നു ആന്നു ജണ്ടു ആന്നു ആന്നല്ലേ? ചേഞ്ചാക്കണ മതിയല്ലേ? മതി. അൽഹംദുലില്ലാ. അർത്ഥവറ മക്കളെ? അർത്ഥവിടെ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൃപയുള്ളവൻ അല്ലാഹുവാണ്, ഏറ്റവും കാരുണ്യമുള്ളവൻ അല്ലാഹുവാണ്. നമുക്കെല്ലാം തന്നവനവനാണ്. ഈ സന്തോഷം റബ്ബിന്റെ പക്കലിൽ നിന്നാണ്, ഈ ജീവിതം റബ്ബിന്റെ പക്കലിൽ നിന്നാണ്. നമ്മളെ കാണിയും എത്ര ചെറിയവർ ഖബർസ്ഥാനയിലുണ്ട്, നമ്മളെ കാട്ടിയും എത്ര ആരോഗ്യമുണ്ടായവർ ഖബറിലുണ്ട്, നമ്മെ കാട്ടിയും അധികാരമുണ്ടായ എത്ര ആള് ഖബറിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന ആയുസ് അമൂല്യമാണ്, അവൻ തന്ന ജീവൻ അമൂല്യമാണ്. അതിന് ആയുസ് കളവ് പറയാൻ പാടില്ലെന്നാണ്. ആയുസ് ചില ആധാർ കാർഡെല്ലാം ചേഞ്ച് ആക്കറങ്ങുള്ളാറ്, ആധാറിൽ പൊട്ട ചന്തയില്ല, ബസ് യാറായിത്ത് വയസ്സ് കേട്ടെങ്കിൽ ചില ആള് വയസ്സ് കേൾക്കരുതും നല്ലല്ല,
ചില ആളുകൾ അങ്ങനെ ഉണ്ട്, കണ്ടങ്ങളട്ടെ എത്രയാവും ഏജ് ഒരു അന്തജ് എത്രയാവും ഓ എന്താ അസറായിൽ അന്തജ് നോക്കിയിട്ടല്ല റൂഹ് പിടിക്കാം, അങ്ങനെ ഒന്നുമില്ല. അന്തജ് ഉള്ളവന്റെ റൂഹും പിടിക്കുന്നു, അല്ലാത്തവന്റെ റൂഹും പിടിക്കുന്നു. പിന്നെ ചില ആൾ ചില പെണ്ണിങ്ങും ഉണ്ട് അങ്ങനെ ബസ് യാറാവിടെ ഇല്ല. ഒരു 4 വർഷം മുന്നൽ ചൊന്നതിൽ അതിനെ മേജോട്ട് യാറ കുറോടി ഒരു 10 ഫോണെട്ടായിട്ട് 8 വർഷമായിട്ട് 26 ഇപ്പോഴും ഫോണെട്ടിലേ ഉണ്ട്. ചില ആണിങ്ങോ അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിന് പോയപ്പോൾ പെണ്ണുമക്ക ചില ഉസ്താദ് ഔത്തല്ല ചൊന്നുള്ളാറ് നിങ്ങൾ പെണ്ണുങ്ങളെ യാറെ പറയിടുള്ളാന്ന്. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങളെയും പറയുകൊണ്ട് ആണിങ്ങളെല്ലാം പറയുകൊണ്ട് അതിലെ ക്ലിപ്പ് മാത്രം പെണ്ണുങ്ങളത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ആണിങ്ങ പുറത്ത് വിട്ടു. നിങ്ങളും ക്ലിപ്പാക്കി നോക്കറു, യൂട്യൂബിലെടുത്തെങ്കിലെല്ലാം ഇട്ടിരുന്നിട്ട് സമാധാനാക്കി വിട്ടു. ബസ് ആണിങ്ങക്കാങ്ങും പെണ്ണിങ്ങക്കാങ്ങും ബസ്സായിട്ടുണ്ട് ചൊന്നെങ്കിൽ ഒരു ബേജാർ. നിങ്ങൾ പെഞ്ഞായിട്ട് പോയി ചൊന്നു നോക്കാറില്ല. നാളെ ചൊല്ലണ്ട, നാളെ നിങ്ങൾ അടിപൊളും കണ്ടിട്ടമാണ് അല്ലേ. ഒരു വാരം 14 ബുട്ട് ചൊല്ലു. ഇന്നത്തെ ചില ചന്തായ പോലെ കാണ്ട് അണ്ട് മന്തി പായസ ചട്നി എല്ലാം ബറാബർ ഒരു 2-3 തിങ്ങൾക്ക് പിന്നെ എന്ത് വേണ്ട, ഗലാട്ടെന്തില്ല. ചന്തായിരുന്നു തെല്ല് ബേസ് കൊറോടിയായ പോലെ. ആണിങ്ങൾക്കും അങ്ങനെ. ആണിങ്ങ അതിനും വേണ്ടിയാണ് താടിക്ക് മീസക്കല്ല പൈൻറ്റ് അടിച്ചിട്ട് കറുപ്പാട്ടിട്ട് അല്ലേ. ബേലാസ നോക്കുമ്പോ എല്ലാ സ്വലാത്തക്ക് ബേസരങ്ങയ്ക്കറ്, വെള്ളിയാസ ജുമാത്തക്ക് മിമ്പർ വത്തി നോക്കുമ്പോ എല്ലാ വേലക്കാർ വെൽത്തെ മുടിരി അഡ്രസ്സേ ഇല്ല, എല്ലാം പൈൻറ്റ് അടിച്ചിട്ട്. എന്തിനാക്കിട ഉസ്തദേ പെഞ്ഞ ഈ ബുഡ്ലെന്ന് പെഞ്ഞ എന്നിന്റെ ബുഡ്ലെ പഠിച്ചോനല്ല ഇനി ഉള്ളുകാന്ന് ബുട്ടിനെ വെൽത്തറ്റ് അല്ലേ. മൊയിലാഞ്ചിടാം സുന്നത്താൻ വിരോധമല്ല, കറുപ്പടിക്കാൻ പാടുള്ളതല്ല കറുത്ത പൈന്റ്. അല്ല ഉസ്താദെ കറുത്ത മൊയിലാഞ്ചി അല്ലാഹു അലം അങ്ങനത്തൊന്നുണ്ടാ ഉസ്താദിരട്ടെ കേൾക്കണം. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കറുപ്പടിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു വീശാൻ അവർക്ക് മണക്കുക സാധ്യല്ല. ഉമ്മാ നിങ്ങളെ ഭർത്താവ് മരിച്ചെങ്കിൽ ജനാപത്ത് കുളി സമാവാത്ത രൂപത്തില്, മയ്യത്ത് കുളി സമാവാത്ത രൂപത്തില് മുത്തുമുമ്മിനിങ്ങളെ നിങ്ങളെ നിസ്കാര സമാവണ്ട്, നിങ്ങളെ കുളി സമാവണ്ട്. നിങ്ങളെ കർത്തട അച്ചെങ്കിൽ ഉളു സമാവാത്തതുണ്ട്, ആവുരതുമുണ്ട്. ഏതുമിക്കട്ട് ഏതായെങ്കും അത് അടിക്കരുത്, നല്ലതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടല്ല, അള്ളാന്റെ റസൂല് അത് ഇഷ്ടല്ല. അതുകൊണ്ട് താടിക്കും മുടിക്കും കറുത്ത പൈന്റ് അടിക്കുന്നവർ, കളറടിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകട്ടെ. സ്വർഗത്തിന്റെ മണം പോലും മണക്കാൻ അങ്ങക്ക് സാധ്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എല്ലാരെ ബയസ് കേട്ടോണ്ട് പോതീറ, ഞങ്ങൾ എല്ലാരെ സാലറി കേട്ടോണ്ട് പോതീറ. ഗൾഫിടെ വന്നെങ്കിൽ എത്ര ഉണ്ടബ്ബ നിക്ക് സാലറി എത്ര ഉണ്ടു? ഇതുകൊണ്ട് ഫസ്റ്റ് കൊന്തവണ ഗൾഫിലുണ്ട് സാലറി ആയങ്ങൂർ ജൺലാക്കുണ്ട ഓ മുണ്ടുന്നില്ല, തൊന്തരയില്ല എന്ന് ചെന്ന് ആയങ്ങൂർ ജൺലാക്കുണ്ട. ഇത് എന്തിനാണ്? ആവശ്യമില്ലാത്തത് ചോദിച്ചറിയാൻ പാടില്ല. ഒരു മഹാൻ നടന്നു പോകുമ്പോ ഒരാളട്ടെ കേക്കറ്, ഈ ഔത്തുകെത്തരാവൂ, ഈ ഔത്തുര രേട്ടെത്തര. ഇത് കേട്ടിട്ട് ഔത്തുകെത്തിയപ്പയാല് ഒരു ബേജാറ്, അല്ല അല്ല ഓണ്ട് ഔത്തുകെത്തരായിട്ടുള്ള റേറ്റ് അതിര ബല നാ കേക്കുക ആവശ്യന്ത്ര ഉണ്ടു. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു നല്ല മുസ്ലിമറെ സ്വഭാവം അതാണോ? അല്ലല്ലേ, അവണാക്കുണായ സ്വറല്ലല്ലേ. നാ എന്ത് കേട്ടുപോയ അല്ലാ. ഒരു വർഷകാലം നല്ല ചപ്പ തണ്ണി കുടിക്കാണ്ട് അല്ലാഹുരൊട്ടുക തൗബയാക്കിറ്. എന്തുക ഹറാമായ ഫിത്നത്തുകല്ല, ചാടി ഫസാദുകല്ല, ഒരു ഹറാമറ പൽക്ക വന്നേക്കല്ല. ഈ ഔത്തുകെത്തര ബലമുണ്ടു. നക്കത് വേണ, നക്കതെന്തുക നക്ക് ആവശ്യമില്ലാത്തത് നാ കേട്ടുപോയല്ലേ അല്ലാ. ഒരാളട്ടെ ഈ ഔത്തുകെത്തര റേറ്റുണ്ടു കേക്കരുത്, തപ്പല്ല. ആയങ്ക സമയത്ത ഒരു വർഷ മഹാൻ തൗബാക്കിറ്. എന്ത് നക്കത് വേണ, നാണത് കേക്കൊണായ വിഷയമാ. നക്കത് കൊന്തായിട്ടെന്തൊരു പ്രയോജനം ഉണ്ടു? ഞങ്ങൾക്ക് പിന്നൊർത്തര വയസ്സ്, പിന്നൊർത്തര സാലറി, പിന്നൊർത്തര ബാണ്യ. എങ്ങനെ ഉണ്ടബ്ബ ബാണ്യ? തൊന്തരില്ല, അൽഹംദുലില്ലാ. ചൊന്നെങ്ങോണുക ബേജാറ്. ഓണു കേക്കര നല്ലുണ്ടുണ്ട് ചൊല്ലകല്ല, ഭാരി ടൈറ്റുണ്ട്, തൊന്തര ഉണ്ടു. ഇത്
ഇത് കേൾക്കുമ്പോൾ ഒരു റാഹത്ത്. വലിയ ആളായിട്ട് തുടങ്ങിയ ഞാൻ അപ്പമേ വിചാരിച്ചത് മുന്നോട്ട് പോവല. ആൾമാർക്കതാണ് സന്തോഷം. മറ്റുള്ളവന്റെ സങ്കടത്തിൽ സന്തോഷപ്പെടുന്ന ഒരാളും സ്വർഗത്തിലുണ്ടാവുകയില്ല. മറ്റൊരാളെ ബേജാറായിട്ട് കാണണം, മറ്റൊരാളെ ഹാപ്പി. ആ സന്തോഷം നമുക്കും ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ? വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക. നിനക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നീ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലേ? നിക്കാസുണ്ടോ, നല്ലൊരു ഫാമിലി, നല്ലൊരു അക, നല്ലൊരു ഗാഡി, നല്ലൊരു ബിസിനസ്. ഇതേപോലെ നീ എല്ലാവർക്കും ആശ വെച്ചില്ലാണ്ട് കണ്ടെങ്കിൽ നിക്ക് സ്വർഗമില്ല. എല്ലാവർക്കും കിട്ടണോ, എല്ലാവർക്കും സന്തോഷം വേണോ, എല്ലാവർക്കും സമാധാനം വേണോ, എല്ലാവർക്കും റാഹത്ത് വേണോ? എല്ലാവരുടെയും റാഹത്തും സന്തോഷവും കൊതിക്കുന്ന ആള് അല്ലാഹു അവനെ ഏറ്റെടുക്കുകയാണ്. റബ്ബ് തആല അവനെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹു അവന് സന്തോഷം കൊടുക്കുന്നു. അവന്റെ ബുദ്ധിമുട്ടുകളെ അല്ലാഹു ദൂരത്താക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. നമുക്കും തരുന്നവൻ അല്ലാഹുവാണ്, അവർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാവർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം, അല്ലാഹുവിനോട് ശുക്റുള്ളവരാകണം. അങ്ങനെ ശുക്റുള്ളവരായാൽ മഹാന്മാര് ചോദിച്ചില്ലേ, വഖൽബൻ ശാകിറാ, നന്ദിയുള്ള കൽബ് അല്ലേ? പക്ഷേ ഒന്ന് പറയുന്നു, നിങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്താലും ജനങ്ങളിൽ നിന്ന് നന്ദി കൊതിക്കണ്ട. നങ്ങ ആറ് ഉപകാരാക്കിറമ അങ്ങമേ നങ്ങക്ക് ബത്തി വെക്കറല്ലാണ്ട് ഒരു ഉപകാരം അങ്ങ് ആക്കൂണ്ടാറും വിചാരിക്കണ്ട. നങ്ങാറുകെത്ര ഹെൽപ്പാക്കിറമ, നങ്ങാറുകെത്ര ഉപകാരാക്കിറമ. നാളെ ഞങ്ങളെ ഫാമിലിക്ക് അഡ്ഡബണ്ടതും അങ്ങമേ, ഉപദ്രാക്കരതും അങ്ങമേ, ഞങ്ങളെ ചാടി പസാടാക്കരതും അങ്ങമേ. അത് വിചാരിക്കണ്ട. ഉപകാരാക്കി അങ്ങ് നാളെ ഖാലിക്കായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തിരിച്ചു തരുന്നു. ജീവിതത്തിലും തരുന്നു, മരണത്തിലും തരുന്നു, ആഖിറത്തിൽ സ്വർഗം നൽകുന്നു. ഇത് അല്ലാഹുവിന്റെ ഗിഫ്റ്റാണ്. അതിനു വേണ്ടി നീ ചെയ്തോ. ആളുകൾ ഇണ്ട് കൊടുത്തെങ്ക നാളെ കിട്ടുമല്ലേ അല്ലേ? പെണ്ണിങ്ങ കൊണ്ടു, ചില ആണിങ്ങ കൊണ്ടു അവക്കൊള്ളു ഗിഫ്റ്റ്. എന്ത് റിട്ടൺ അതിരെ കാട്ടി വല്യത് വന്നില്ലെങ്കിൽ അർസവണ്ട്. പെണ്ണിങ്ങ കൊണ്ടൊരു ഗിഫ്റ്റ്, മക്കൾക്ക് ചെറിയ ചെറിയ മക്കൾക്ക് ഊതിങ് ഫാറ പോലത്തെ മോതിര ഉടുണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അത് കൊടുത്തിട്ട് റിട്ടണ് കിട്ടില്ലെങ്കിൽ അങ്ങക്ക് കണ്ട ഭാഷയില്ല, നന്നില്ല. നങ്ങ പോയിറ, നങ്ങ കൊടുത്തുറ, കിടാവര നോക്കോ പോയിറ, ബയറിന്നപ്പോ ബയറ് നോക്കോ പോയിറ. അങ്ങ വന്നിട്ടേ ഇല്ലല്ലേ, അങ്ങ നോക്കിയിട്ടേ ഇല്ലല്ലേ, അങ്ങ തന്നിട്ടേ ഇല്ലല്ലേ. അതിനും വേണ്ടി കൊടുക്കണ്ട, അതിനും വേണ്ടി ചെയ്യണ്ട. നിനക്ക് തരുന്നൊരു റബ്ബുണ്ട്. ഹുവൽ മുഅ്തി ഹുവൽ മാനി, അവനാണ് തരുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്നില്ലേ, അല്ലാഹു കൊടുക്കുന്നതിനെ തടയുന്നവനില്ല, അവൻ തന്നതിനെ കൊടുക്കുന്നവനുമില്ല. അല്ലാഹു തന്നാലേ മതിയാകൂ, ആര് തന്നാലും മതിയാവില്ല. നമുക്ക് മതിയാകണമെങ്കിൽ അല്ലാഹു അവന്റെ ഖസാനയിൽ നിന്ന് തരണം. അതുകൊണ്ട് നമ്മളോ പാപങ്ങൾക്ക് ധാരാളം കൊടുക്കണം. നമുക്ക് സ്വർഗം വേണ്ടേ? ധാരാളം സദഖ ചെയ്തോ, ധാരാളം നന്ദി ചെയ്തോ, ധാരാളം തഖ്വ ചെയ്തോ, പകരം അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വഅഖാമുസ് സ്വലാത്ത് വആതുസ് സകാത്ത് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബഖറ സൂറത്തിൽ അല്ലാഹു തആല പറയുകയാണ്, സത്യവിശ്വാസിയായ ആളുകൾ അല്ലാഹുവിനോടുള്ള വിശ്വാസം, ഈമാൻ നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. അല്ലാഹുവിനെ കുറ്റം പറഞ്ഞാൽ ഈ റബ്ബന്റെ ഇങ്ങനെ ചിന്തിച്ചു പോകണ്ട. ഈ മല ഇപ്പ വരുമ്പത്തുക ഇപ്പം ആ മല പണ്ട് പറഞ്ഞു പോകണ്ട. ഈമാൻ ബാധിക്കാനിടയുണ്ട്.
ഈമാനെ ബാധിക്കാനിടയുണ്ട്. പഠിച്ചോണെന്തേ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ചോദിച്ചു പോകണ്ട. അല്ലാഹു തആല അവനോടുള്ള വിശ്വാസം, ഈമാൻ, അത് നല്ല കെട്ടുറപ്പോടെ സൂക്ഷിക്കണം. അതിൽ വല്ല പിഴവുകൾ വന്നു പോകണ്ട. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യണം, നല്ലതൊരുപാട് ചെയ്യണം. നല്ലത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകല് മാത്രമല്ല, നല്ലത് എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോകല് മാത്രമല്ല. അപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടന്നിട്ട് അവർ തെറ്റിലേക്ക് അകപ്പെടുമ്പോ പണക്കാരന്റെ ഉംറ റബ്ബിന് വേണ്ട, പണക്കാരന്റെ മറ്റുള്ളതേതും അവന്റെ മറ്റുള്ള സോഷ്യൽ വർക്ക് റബ്ബിന് വേണ്ട. അവരെ കണ്ടറിഞ്ഞ് സഹായിക്കണം. നല്ലതേതാണെന്നും ആരാധ സമയത്താണ് ശൈഖ് അബൂബക്കർ തങ്ങൾ സ്വർഗത്തിലെത്തിയപ്പോ അല്ലാഹു ചോദിക്കുകയാ, എന്തുകൊണ്ടിട്ട് നാ നിങ്ങൾക്ക് സ്വർഗതെന്ന് ചൊല്ലുവാറാ? മഹാൻ ഒരുപാട് കാരണം പറഞ്ഞു. ആലിമാൻ, വായിലാണ്, കിതാബ് എഴുതിയ മഹാനാ. അല്ലാഹു സ്വർഗം കൊടുത്തതോ മഴയിൽ നനഞ്ഞു പറക്കുന്നൊരു പൂച്ച. ആ പൂച്ചയെ തട്ടം കൊണ്ട് പൊതിഞ്ഞെടുത്ത് തോർത്തി വൃത്തിയാക്കി ഔത്തുകെടുത്ത പോയിട്ട് ആ പൂച്ചരെ ഗൂഢാക്കിയിട്ട് ബൽത്തിയേക്ക് അല്ലാഹു തആല വലിയ ഇമാമായ ശൈഖ് അബൂബക്കർ തങ്ങളവരുകൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പൂച്ചവൽത്യങ്ങളുടെ സ്വർഗത്തേക്ക് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഓരോ സമയത്തും ചെയ്യേണ്ടത് ചെയ്യണം, അപ്പപ്പ ആക്കരുത്, അതാത് ടൈം നോക്കിയിട്ടാക്കണം. അല്ലാഹുവേ നല്ലത് ചെയ്യാൻ തൗഫീക്ക് നൽകണം അല്ലാ. നങ്ങ ചൊല്ലുകൊണ്ട് എന്തിര് എത്ര നല്ലാക്കിയിട്ടും പ്രയോജനമില്ല റായത്തങ്ങ, അതാണ് ശരി. നല്ലതാക്കുന്നതിന് ആരും സപ്പോർട്ടല്ല. അള്ളാന്റെ റസൂൽ അൽ അമീനായിരുന്നു. അള്ളാഹുലേക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോ, നല്ലൊരു പ്രവർത്തനം തുടങ്ങിയപ്പോ അള്ളാന്റെ റസൂലിന് ആളുകൾ ശത്രുക്കളായി. അള്ളാന്റെ റസൂലിനെ ഫിത്ന പറയാൻ തുടങ്ങി, മുത്ത് റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ തുടങ്ങി. അവസാനം മക്ക നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? നല്ലത് ചെയ്താൽ കിട്ടുന്നത് ദുനിയാവിലല്ല. ഞങ്ങ ഇത്തരാക്കിയിട്ടെന്ത് ഇങ്ങനെ, ഇത്തര ഓതിയിട്ടെന്ത് ഇങ്ങനെ, ഇത്തര സദക്ക കൊടുത്തിട്ടെന്ത് ഇങ്ങനെ. ഒരു സദക്ക കൊടുത്തൊരു മനുഷ്യ മരിച്ചപ്പ ഒരാള് പുറത്ത് വന്നിട്ട് പറഞ്ഞത്ര എന്തിന് സദക്ക കൊടുക്കുകയെ തീരെ കൊടുത്തങ്ങല്ല വേഗ മരിച്ചോണ്ടുള്ളാറ്. ഒരാള് പറയുന്ന എങ്ങനെ സദക്ക കൊടുക്കുകയെ തീരെ കൊടുത്തങ്ങല്ല മരിച്ചോണ്ടുള്ളാറ്. ആ മരിച്ച മനുഷ്യൻ രക്ഷപ്പെടുകയാ, റബ്ബ് തആല സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. അല്ലാഹു അവനെ സ്വർഗത്തിൽ സ്വർഗ സുഖാഡംബരം കൊടുക്കാൻ കൊണ്ടുപോയതാണ്. അങ്ങനെയൊന്നും ഇസ്ലാമിന്റെ പടിയിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ ഒരു വാക്കും നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. അങ്ങനെ വന്നാ പിന്നെ നീ എത്ര ഇബാദത്തെടുത്തിട്ടും പ്രയോജനമില്ല, പിന്നെ നീ എന്താക്കിയിട്ടും പ്രയോജനമില്ല. നിന്റെ ഒരു ഇബാദത്തും റബ്ബിന് വേണ്ട, നീ മുർത്തദ്ദായി പോകും. അള്ളാനെ പറ്റി ഒന്നും നീ വേണ്ടാത്തത് ചിന്തിക്കുകയോ പറയുകയോ വേണ്ട. സൽക്കർമ്മം ചെയ്തോ, കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. നിസ്കാരത്തിൽ നല്ല കണിശത വേണം. നല്ല ഇഖ്ലാസോടെയുള്ള നിസ്കാരം നിർവഹിക്കണം. ഭയഭക്തിയോടെയുള്ള നിസ്കാരം, റബ്ബിന്റെ മുന്നിലേക്ക് അല്ലാഹുമായുള്ള മുനാജാത്താണ് ആ നിസ്കാരം. ഇമാമിങ്ങൾ ദുആ ചെയ്തു പോയി, അല്ലാ അല്ലാ മരിച്ചൽ പിന്നെ ഖബറിൽ നിസ്കരിക്കുക അവകാശം ഇന്നേണ്ട കണ്ടെങ്കിൽ യാ അല്ലാ നിസ്കരിച്ചിട്ട് ആസ പൂർത്തിയായിട്ടുള്ള റബ്ബേ ഖബറിലെങ്ങാനും നിസ്കരിക്കുക ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഖബറിൽ എത്ര കാല കടക്കിറെങ്കിൽ അത്രയും സമാണ് നക്ക് നിസ്കരിക്കുക അവകാശത്ത അല്ലാ. എങ്ങനെ ദുനിയാവിൽ നിസ്കരിച്ചിട്ട് ആസ തീർന്നിട്ടില്ല. എന്തൊരു നല്ല തഖ്വയാണ്, റബ്ബിനോട് എന്ത് ഇഷ്ടമാണ്. അങ്ങനെയതാ കാലങ്ങൾക്ക് ശേഷം ആ ഖബറ് കാണാനിട വന്നപ്പോ ആ മനുഷ്യനതാ ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു.
അങ്ങനെ ഒരുപാട് സംഭവമില്ലേ. മറത്തുബി മൂസാ ലൈലത ഉസ്രിയബി, ഞാൻ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി പോകുമ്പോ മൂസാ നബിയുടെ അടുത്തിലൂടെ പോകുമ്പോ വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ, മൂസാ നബി ഖബറിൽ നിസ്കരിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. നിസ്കാരം ആറുക വേണായിട്ടൊരു നിസ്കാര ഒരു പൾട്ടിയിടല് ആറുക വേണായിട്ടാവാൻ പാടില്ല. ഇഖ്ലാസോടെ ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം മൻ അറല ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, നിസ്കാരം ഒഴിവാക്കിയവർക്ക് സ്വർഗ്ഗമില്ല. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസമല്ലേ നിസ്കാരം. നിസ്കാരത്തിൽ വല്ല ശ്രദ്ധയില്ല. സുബഹിക്ക് കൃത്യമായിട്ട് എണീക്കുകയില്ല. തഹജ്ജുദ് പോവട്ടെ, സുബഹിക്ക് എണീക്കുകയില്ല. പിന്നെ നേർച്ച വെക്കവൂ, ഇസ്മാക്കവൂ, തകിട് കെട്ടവൂ, ഉറുക്കു കെട്ടവൂ, ഇതെന്തും നിസ്കരിക്കാത്തവനൊരു ഫലവും ചെയ്യില്ല. നിസ്കാരം കളാക്കുന്നവന് ഒരു സന്തോഷവും അവനടുത്ത് വരികയില്ല. പിന്നെ അള്ളാഹു നരകശിക്ഷ വിധിച്ചവർക്ക് ഇവിടെ ചില ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയെന്ന് വരാം. അതും ഇതും ഒരുപോലെയല്ല. റബ്ബ് ഖാറൂനിന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഫിർഔനിന് അല്ലാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ഖാറൂനിന് ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നല്ലവർക്ക് മാത്രമല്ല ഇവിടെ കൊടുക്കുന്നത്, നല്ലവരേക്കാൾ ചീത്ത ആളുകൾക്ക് അല്ലാഹു കൂടുതൽ കൊടുക്കുന്നു. കാരണം നല്ലവർക്ക് നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഉപ്പാ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ചെറുപ്പക്കാരെ, റബ്ബ് തന്ന കൈകാലുകൾ എടുത്തിട്ട് ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് ക്രിക്കറ്റിന്റെ പിന്നാലെ, ഫുട്ബോളിന്റെ പിന്നാലെ, മറ്റുള്ള കളികളുടെ പിന്നാലെ നീ അലിഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ഓരോ ദിവസവും നീ മരണത്തിനോടടുത്തുകൊണ്ടിരിക്കുന്നു. മഹാന്മാര് പറയുന്നു, നിന്നെ കയറുകൊണ്ട് കെട്ടിയിട്ട് ഓരോ ദിവസവും വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നീ അതറിയുന്നില്ല. കളിയാണ്, ഇന്ന് ഗെയിമാണ്. ഓൺലൈൻ ഗെയിമിലൂടെ എത്രയെത്ര ആളുകൾ ജീവനൊടുക്കുന്നുണ്ട്. ട്രേഡിംഗ് എന്ന പേരിൽ പെട്ടെന്ന് പണക്കാരാവാൻ ശ്രമിച്ചിട്ട് എത്ര ആളുകൾ കടമായിട്ട് ജീവനൊടുക്കിയിട്ടുണ്ട്. എത്ര ജീവനൊടുക്കലാണ് പ്രേമത്തിന്റെ പേരിൽ ജീവനൊടുക്കുന്നത്. ഒരു പെണ്ണിന് വേണ്ടി, ഒരാണിന് വേണ്ടി ജീവനൊടുക്കുന്ന കാലഘട്ടമാണ് മുസ്ലിമേ. പണ്ട് ഈ സമുദായത്തിൽ കേട്ടിട്ടില്ലാത്ത ഒന്നാണ് ആത്മഹത്യ ചെയ്യുക, സുസൈഡ് ചെയ്യുക. ഇന്ന് 5 ലക്ഷം കടം, 10 ലക്ഷം കടമെന്ന് പറഞ്ഞ് നീ ജീവനൊടുക്കുമ്പോ ഖബറിലും ശിക്ഷയാണ്, മഹ്ശറിലും ശിക്ഷയാണ്, നരകത്തിലും ശിക്ഷയാണ്. സുസൈഡ് ചെയ്യലോടെ എല്ലാം തീരുന്നില്ല, പിന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, എന്തോരടങ്ങേറ് വന്നാലും ജീവനൊടുക്കുന്നൊരവസ്ഥയിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത്. തമാശക്ക് പോലും പറയരുത് ഞാൻ സുസൈഡാക്കറേ, വെറുതെ പോലും പറഞ്ഞു പോകണ്ട. നക്കൗണ് കിട്ടില്ലെങ്കിൽ നാ സുസൈഡാക്കുവേ, നക്കൗല മങ്ങിലാക്കി തന്നില്ലെങ്കിൽ നാ സുസൈഡാക്കുവേ. സുബ്ഹാന ജല്ല ജലാലു. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് തആല തന്ന ജീവിതം അത് നാളെ റബ്ബ് തആല ചോദ്യം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നീ സുസൈഡ് ചെയ്യാൻ പോകണ്ട, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനൊരു വിഷയം നിന്റെ മനസ്സിലേ കുതിച്ചു വരാനും പാടില്ല. അങ്ങനെ നമ്മൾ ആരും തിങ്ക് ചെയ്യാനേ പാടുള്ളതല്ല. ഏതുമാകട്ടെ കൃത്യമായി നിസ്കരിക്കണം അല്ലേ? ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന വിഷയത്തില് ഇങ്ങോട്ട് നോക്കാം. സമൂസ അത് ടൈം ആവുമ്പോൾ നിങ്ങളെ മുട്ട ബറു. അല്ലാഹു തആല കൊടുത്തോർക്കും ഈ പരിപാടി സഹകരിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം. ചില ആൾ പറഞ്ഞു, ഉസ്താദ് എത്ര ബാണിയാക്കിയെങ്ങും ബറക്കത്തില്ല, ഉസ്താദ് എത്ര കിട്ടിയെങ്ങും മയ്യാവില്ല. എന്തേ? നിസ്കാരം കൃത്യമാക്കിയാലേ മതിയാകൂ. കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ചില പള്ളിയിലെല്ലാം, ഇവിടെ അൽഹംദുലില്ലാഹ് മഗ്‌രിബിന് വരുമ്പോൾ ഒരുപാട് ആളുണ്ട്. ചില പള്ളികളിൽ ജുമുഅക്കന്നെ ബാലക്കാരെല്ലാം ഓടിയോണ്ട് വന്നിട്ട് കൈകെട്ടിയിട്ട് പാതി അർദ്ധവർദ്ധ നിസ്കാരം. അങ്ങനെയൊന്നും നമ്മളാവാൻ പാടില്ല. നല്ല നിസ്കാരം. സക്കാത്ത് കൊടുക്കണം. പാവപ്പെട്ടവന്റെ വിഹിതമാണത്. അത് പാവപ്പെട്ടവൻ ഇങ്ങോട്ട് വരേണ്ടതല്ല. അങ്ങോട്ട് പോയിട്ട് പണക്കാർ അവരുടെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, മഹാന്മാര് പറയുന്നുണ്ട്, യൂസുഫുൽ ഹിദ്യാനി തങ്ങളും അബൂ സിനാന തങ്ങളൊക്കെ അവരുടെയൊക്കെ ഒരു അനുഭവം വിശദീകരിക്കുന്നു. ഒരു സഹോദരന്റെ വീട്ടിൽ പോയപ്പോ അയാളുടെ ജ്യേഷ്ഠൻ മൂത്തോണ് മരിച്ചിട്ട് ഖബറിൽ തീ പിടിച്ചിട്ട് ചൈന കൊണ്ട് കഴുത്തിലിട്ടിട്ട് ബന്ധാക്കിയിട്ട് ആ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം അയാൾ കൃത്യമായി നിസ്കരിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു. പക്ഷേ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സക്കാത്ത് വേണ്ട പോലെ കൊടുക്കാത്ത കാരണം ആ ഖബറിൽ വെച്ചപാട് ഖബറിൽ തീ പിടിക്കുകയാണ്. ഖബറിൽ കഴുത്തിലേക്ക് ചൈനിട്ട് ബന്ധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് എത്രയുണ്ടോ അത് കൃത്യമായി പാവപ്പെട്ടവർക്ക് ഓഹരി വെച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതെല്ലാം അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട്. അവർ പേടിക്കേണ്ടവരല്ല, ഭയപ്പെടേണ്ടവരല്ല, ടെൻഷനാവേണ്ടവരല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ, മുഅ്മിനീങ്ങളെ നമുക്ക് സ്വർഗം വേണ്ടേ? കൃത്യമായി ഫർളുകളും സുന്നത്തുകളെല്ലാം മുറ പോലെ ചെയ്യുന്നവരാകണം. അല്ലാഹുമായുള്ള എല്ലാ ഇടപാടുകളും റബ്ബുമായിട്ടുള്ള എല്ലാവും കൃത്യമായി നമ്മൾ നിറവേറ്റുന്നവരാകണം. ദുനിയാവിന്റെ ആഡംബരത്തിൽ വീണു പോകാതെ, ദുനിയാവ് വേണ്ടെന്നല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവും വേണം, ആഖിറവും വേണം. ദുനിയാവ് വേണ്ടാന്നല്ല, ദുനിയാവ് നമ്മുടെ തലക്ക് പിടിക്കാൻ പാടുള്ളതല്ല. യാ മൻ തഅസ്സസ ബി ദുനിയാ വസീനതിഹാ അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി. ദുനിയാവും അതിന്റെ സൗന്ദര്യം കൊണ്ട് ശക്തി പ്രാപിച്ചവനെ, ആഡംബരത്തിൽ കഴിഞ്ഞവനെ, അഹങ്കാരത്തോടെ കഴിഞ്ഞവനെ, നമ്മുടെ ആഡംബരം, നമ്മുടെ പണം, നമ്മുടെ വീട്, ഞങ്ങളുടെ ഗാഡി, ഞങ്ങളുടെ ബിസിനസ്, ഇതെല്ലാം കൊണ്ട് അഹങ്കരിച്ച് നടന്ന ആളുകൾ, അവരെ പറ്റിയാണ് അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി. ഈ കാലം നിന്നെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ, നിന്റെ വീടുകൾ, നിന്റെ കൊട്ടാരങ്ങൾ, നിന്നെയും നിന്റെതില്ല എല്ലാത്തിനെയും ഇല്ലാതെയാക്കാൻ പിടിക്കാൻ ഒരു നാള് വരാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഖബർസ്ഥാനയിൽ എത്ര പണക്കാരുണ്ട്, എത്ര നേതാക്കളുണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട്. അവരൊക്കെ ആരടി മണ്ണിന്റെ ഉള്ളിലല്ലേ. അതുകൊണ്ട് നീ ദുനിയാവ് കൊണ്ട് അഹങ്കരിക്കുന്നവനാകണ്ട. യാ ജാമിഅൽ മാലി തർജു അൻ തഫൂസ ബിഹി കുൽ മാ അഖൽത വഖദ്ദിം ലിൽ മവാസീനി. നീ സമ്പാദിച്ചതിൽ നിന്ന്, നീ ഉണ്ടാക്കിയതിൽ നിന്ന് വേണ്ടത്ര തിന്നോ. മാത്രം പോരാ വഖദ്ദിം ലിൽ മവാസീനി. മീസാൻ എന്ന തുലാസിലേക്ക്, മഹ്ശറയിലേക്ക് എത്തുമ്പോ നിക്ക് കിട്ടുകവേണായത് സൽക്കർമ്മയെല്ലാം ആക്കിയിട്ട് നീ ദുനിയാവരെ പോയെങ്കിൽ മാത്ര നിക്ക് രക്ഷപ്പെടുക സാധ്യമുണ്ടോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഞാനും നിങ്ങളും അല്ലാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യാതെ പോയാൽ, അബ്ദുൽ ഗുസ്സ എന്ന് പറയുന്ന ഒരാള്
അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. കോടീശ്വരനാണ്, പണക്കാരനാണൊക്കെയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് ഇലാ ഹദറത്തി റസൂലില്ലാഹ് നബി തങ്ങളൊട്ട പോണ്ടിയാല് പോകുന്ന സമയത്ത് കുടുംബങ്ങൾ സമ്മതിക്കുന്നില്ല. ഫാമിലി രംഗ വിടാത്ത സമയത്ത് അദ്ദേഹം പറയുന്നു, എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്ക് വേണ്ടതെന്റെ റസൂലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ എളാപ്പയോ മൂത്താപ്പയോ സകല വസ്ത്രങ്ങളും എല്ലാം വലിച്ചെടുത്തു. എല്ലാം എടുത്തിട്ട് അവസാനം കരിമ്പിടം ഒരു വലിയ പീസ് ചെറിയൊരു കഷ്ണം ഉടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുമ്പോ ഒന്നുമില്ല, ചെറിയ ഒരു പീസ് തുണി. ആ തുണി ഉടുത്തിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയപ്പോ അത് 2 പീസായി. കുമ്പ് തുണി, കുമ്പ് വല്യാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് കൊണ്ടല്ല വിളിച്ചത്. ദുൽബിജാദൈൻ, 2 വല്യുള്ള ആള്, 2 കഷ്ണം തുണിയുള്ള ആളെന്ന് വിളിച്ച ആ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുപാട് യുദ്ധത്തിന് പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഷഹീദായ വലിയ പ്രതിഫലമില്ലേ? ഷഹീദായെങ്കിൽ ചെമ്മക്കൂലിയില്ലേ? നബിയേ, നക്ക് ഷഹീദാവണം നബിയേ, യുദ്ധത്തുക പോയി രക്തസാക്ഷിയാവണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോനെ, നല്ല ഈമാനോടെയുള്ള മരണത്തിന് ദ്വാരക്കാം, ആഫിയത്തിന് ദ്വാരക്കാം. ആ സഹാബിയായ മനുഷ്യൻ, എല്ലാം ഒഴിവാക്കി വന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടിയ ആള് നബി തങ്ങളൊട്ട് കേൾക്കരുത്, നബിയേ, സ്വർഗത്തിൽ വല്ല പ്രതിഫലമുള്ള അംഗത്ത് ഷഹീദാവുക ആസയുണ്ട് നബിയേ. വലിയ മുതലാളിയായിരുന്ന വലിയ റിച്ച് ഫാമിലിയിൽ വന്ന ആ മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലോട് ചോദിക്കുന്നത്, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ, അല്ലാഹുവിന്റെ അടുക്കൽ വല്ല പ്രതിഫലം കിട്ടാ, ഷഹീദാവണം നബിയേ. അങ്ങനെ ഒരു നാൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോ ഒരു ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഒരാളെ മറവ് ചെയ്യുന്നു. അതാരാന്നറിയോ? ഈ സ്വഹാബിയാണ്. ഷഹീദാവാൻ ഭാഗ്യമുണ്ടായില്ല, ഒരുപാട് യുദ്ധത്തിൽ പോയി, ഒരുപാട് കൂടെ റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിനെടുത്തു, ഒരുപാട് സേവനം ചെയ്തു. എന്നിട്ടോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഖബറുകിൽനിട്ട് ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറു ബക്കറ പോലെ, എത്ര വലിയ ഫാമിലി ആയെങ്കോ, എത്ര വലിയ ആളായെങ്കോ അങ്ങ് കൊതിച്ചത് നാളെ സ്വർഗമാണ്. സ്വർഗത്തുക്ക് വേണായിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ട് കേട്ടത് ഷഹീദാവണു നബിയേ. അങ്ങനെ ഒരുപാട് സഹാബികളുണ്ട്. ഒരു സഹാബി യുദ്ധത്തെ ഗനീമത്ത് ഓഹരി വെക്കുമ്പോ ആടുമേയ്ക്കുക പോയിട്ടിന്തയാള്, അയാള് ബർമ്പ ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തില് ബാക്കി കിട്ടിയ സ്വത്ത് ഓതിയാക്കിയിട്ട് സഹാബിരങ്ങളെ കയ്യിൽ റസൂലുള്ള കൊടുത്തിട്ടുണ്ട്. ഇതിന്നാലിന്ന സഹാബി വന്നെങ്കിൽ അയാൾക്ക് കൊടുക്കുകയുള്ളത്. അങ്ങനെ കൊടുക്കാൻ വെച്ചപ്പോ അദ്ദേഹം വന്നു. അയാൾ വന്നപ്പ ഈ ഗനീമത്ത് സ്വത്ത് കിട്ടിയപ്പ നേരെ പിടിച്ചോണ്ടില്ല ഹദറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളൊട്ട് പോയിട്ട് കേക്കറ്, നബിയേ, ഞാൻ ഇതെല്ലാം ആശ വെച്ചിട്ട് നിങ്ങളൊട്ട് വന്നരല്ല, നക്കിതരെന്തും ആശയില്ല, നക്ക് ഈ സമ്പത്തെന്തും വേണ്ട, നക്ക് ഈ സ്വത്ത് വേണ്ട നബിയേ, നക്കിതെന്തുമല്ല ആശ നബിയേ. യുദ്ധത്തുക പോയിട്ട് അവിടെ ഷഹീദായിട്ട് നക്ക് സ്വർഗത്തുക പോണ്ട നബിയേ. നബിയേ, അത് വേണമായിട്ട് ദ്വാരക്കുറു നബിയേ. ആരാണ്
അങ്ങനെ ആശയെന്തര് ചൊമ്മക്കാല ഇവിടെ നിൽക്കണു, ഇവിടെ ലീഡറാവണു, ഇവിടെ വലിയ ആളാവണോ, അധ്യക്ഷാവണോ, ഖാലിയാവണോ, വലിയ ആളാവണോ, വലിയ നേതാവാവണോ, വലിയ വലിയ ആൾമാർ റെസ്പെക്ട് തന്നെ പോലെയാവണോ, രാജകീയ നേതാറാവണോ, റായത്തിൽ വലിയ ഫേമസ് ഉള്ള ആളാവണോ? ഇതെന്തുമല്ല, അങ്ങ് കേട്ടത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാന പോസ്റ്റ് കിട്ടവേണായിട്ട് നബിയേ നിങ്ങളൊട്ടു കൂടിയിട്ട് വന്നിട്ട് ഷഹീദാവണം നബിയേ. ശത്രുക്ക് എറിഞ്ഞ അമ്പോ അത് നിന്റെ തൊണ്ട കുത്തിയിട്ട് നാ മറിച്ചുപോയെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വല്ല സ്ഥാനം കിട്ടുമല്ല നബിയേ. അള്ളാന്റെ റസൂല് അയാൾ ഷഹീദാവ് വേണായിട്ട് ദുആറന്നിട്ട് നെക്സ്റ്റ് യുദ്ധം വന്നപ്പാ ആ യുദ്ധത്തിൽ ഒരു അമ്പ് വന്നിട്ട് ഇയാളെ തൊണ്ട കുത്തിയിട്ട് അയാൾ മറിച്ചുപോയിട്ട് ഷഹീദായിട്ട് മരിച്ചുപോയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അയാള് യാത്ര പോയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങുള്ള ആസ അല്ലാഹുവിന്റെ സ്വർഗായിട്ട് കറ് ഞാൻ അള്ളാഹു വേണായിട്ട് ഇത്ര ഏജായിട്ട് 40 വർഷം കഴിഞ്ഞിട്ട് 50 വർഷായിട്ട് 60 വർഷായിട്ട് നാളെ മറിച്ചിട്ട് നാളക്കല് കബറിലായെങ്കിൽ അള്ളാഹു താലാകെ വേണമായിട്ട് നീ എന്താക്കിയേണ്ട് കേട്ടെങ്കിൽ ചൊല്ലുകെന്തുണ്ട് മുമ്മിനെ, ചൊല്ലുകെന്തുണ്ട് മുമ്മിനാത്തുകള്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം. അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ പോലെ ജീവിക്കാൻ കഴിയുന്നവരാകണം. ഇന്ന് നമ്മളെ മുസ്ലിം മക്ക, ഹിജാബിട്ട മക്ക കോളേജ് ക്യാമ്പസിൽ ഡാൻസ് ആക്കുന്ന കാലമാണ്, തുള്ളുന്ന കാലമാണ്, പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്ന കാലമാണ്. എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഉമ്മാ ഉപ്പാ ഇങ്ങനെയുള്ള മക്കളെ നിങ്ങൾ വാർത്തെടുത്ത ഉമ്മക്ക് സ്വർഗം കിട്ടൂല, ഉപ്പക്ക് സ്വർഗം കിട്ടൂല. എഡ്യൂക്കേഷന്റെ പേരിൽ കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന എന്തൊക്കെ അനാചാരങ്ങളാണ്, എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. ഇതുകൊണ്ടല്ലേ പഴയകാല ആലിമീങ്ങളതൊക്കെ അത്രത്തോളം ഫ്രീഡമോടെ വേണ്ടാണ് പറയാനുള്ള കാരണം ഇതാണ്. ഇന്ന് ഈ പെൺമക്കൾ സുസൈഡ് ചെയ്യാൻ, ഡാൻസ് കളിക്കാൻ, പാട്ടുപാടാൻ, തുള്ളാൻ, അന്യ സമുദായത്തിന്റെ ആഘോഷങ്ങളിൽ കൂടി ആഘോഷിക്കാൻ ഈ സമുദായത്തിലെ പെൺമക്കൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോ ജമാഅത്തുകാരതിനെതിരെ ശ്രദ്ധിക്കാൻ, ഉമ്മ വാപ്പാർ ഇത്തരം തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാൻ, അത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാതെ പോയാ മഹ്ശറയിൽ കൈകടിക്കേണ്ടി വരും, മക്കളുടെ പേരിൽ നരകം കടക്കേണ്ടി വരും. ഹാജാറേ ഹജ്ജുമ്മ, ഈ മക്കൾ ചെയ്ത തിന്മകൾക്ക് ഉമ്മയും ഉപ്പയും റബ്ബോട് സമാധാനം പറയേണ്ടി വരും. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. മുഅ്മിനീങ്ങളെ നല്ലോണം ശ്രദ്ധയുള്ളവരാകണം, നല്ലോണം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവരാകണം. അല്ലാഹുവിന്റെ എല്ലാവിധത്തിലുള്ള പൊരുത്തവും ഇഷ്ടവും കരസ്ഥമാക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് തങ്ങളുടെ മാസമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ആ നേതാവാണ്. ഉമ്മത്തികളിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മത്തികൾ ഉമ്മത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് ഇഷ്ടം വേണം. അള്ളാന്റെ റസൂലിനെ ഇഷ്ടം വെക്കാത്തവരാളും ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. സ്വർഗം വേണ്ടേ? ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വേണ്ടേ? അള്ളാന്റെ റസൂലിനെ ഇഷ്ടം വെച്ചോ? എല്ലവും പറഞ്ഞു തന്നിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിജയിക്കാൻ എന്തു വേണം, നന്നാകാൻ എന്തു വേണം, കുടുംബത്തിൽ എങ്ങനെ വേണം,
പെഞ്ഞായിരൊട്ടുക എങ്ങനെ വേണം, ഉമ്മരൊട്ടുക എങ്ങനെ വേണോ, അബ്ബരൊട്ടുക എങ്ങനെ വേണോ, മക്കളൊട്ടുക എങ്ങനെ വേണോ, സമുദായത്തിലൊട്ടുക എങ്ങനെ വേണോ, പള്ളിയിൽ എങ്ങനെ വേണോ, ദീനിലെങ്ങനെ വേണോ, എല്ലാം 23 വർഷത്തിലെല്ലാം പഠിപ്പാട്ടിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിയല്ല, എല്ലാവരും സ്വലാത്തുല്ലാഹ്. അല്ലാഹു നീ കബൂലാക്കണം, അല്ലാഹ് നീ സ്വീകരിക്കണം, അല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലണം. കാറ്റ് കുറച്ച് ഇങ്ങോട്ട് വരുന്ന പോലെ ഉണ്ടാ, കാറ്റുണ്ടാ.